ഒരു ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു ഹൈഡ്രേറ്റിംഗ് ഗ്ലോ നൈറ്റ് ക്രീം യൂസ് ചെയ്താൽ നല്ലതാണോ? സ്കിൻ റിപ്പയർ ചെയ്യുമോ? അതുപോലത്തെ അല്ല സ്കിൻ ടെക്സ്ചർ മാറ്റുമോ, ബ്രൈറ്റൺ ആക്കുമോ, അല്ലെങ്കിൽ ഏത് സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം? ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലഷ് വിത്ത് ആരി. സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല മഴയാണ്. ഇപ്പോൾ ഇവിടെ പാലക്കാട് കുറച്ച് മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. നല്ലൊരു നൈറ്റ് ക്രീമൊക്കെ നിങ്ങൾ തപ്പി നോക്കി നടക്കുകയാണെങ്കിൽ ഏത് നൈറ്റ് ക്രീം യൂസ് ചെയ്യും, ഏത് സ്കിൻ ടൈപ്പിന് പറ്റുള്ള ഏത് നൈറ്റ് ക്രീമാണ് നല്ലത് എന്നൊക്കെ നോക്കി നടക്കുകയാണെങ്കിൽ ഞാനൊരു നൈറ്റ് ക്രീം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാനത് ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയാൻ പോണത്. എൻ്റെ മാത്രം റിവ്യൂ ആണ് ഞാൻ പറയാൻ പോണത്. എനിക്ക് ഒരു പ്രോഡക്റ്റ് വർക്കായോ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഫേസിൽ എന്തെങ്കിലും മാറ്റം വന്നോ എന്നൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോണത്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രേറ്റിംഗ് ഗ്ലോ റോസ് ഷിപ്പ് ഗുഡ് വൈബ്സിൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതെന്ന് പറയണത് നിങ്ങൾ പലരും ഇത് ഉപയോഗിച്ച് കാണാൻ ചാൻസ് ഉണ്ട്. ഗുഡ് വൈബ്സിൻ്റെ പ്രോഡക്റ്റ് ഒക്കെ എന്ന് പറയുന്നത് വളരെ നമുക്ക് റീസണബിൾ ആയിട്ട് വാങ്ങാൻ പറ്റിയതും, അതുമാത്രമല്ല പാരബൻ ഫ്രീ, അതുപോലെ തന്നെ മിനറൽ ഓയിൽസ് ഒന്നും അവർ യൂസ് ചെയ്യുന്നില്ല, അനിമൽ ടെസ്റ്റിംഗ് അങ്ങനെയൊന്നും നടത്തുന്നില്ല. പക്ഷെ നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് അവർ പ്രോഡക്റ്റ് ഒക്കെ അവർ നിർമ്മിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഗുഡ് വൈബ്സിൻ്റെ പല പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അലോവേര ജെല്ലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വാങ്ങി ഉപയോഗിച്ച ഒന്നാണ് ഹൈഡ്രേറ്റിംഗ് ഗ്ലോ ഈ ഒരു റോസ് ഷിപ്പിൻ്റെ നൈറ്റ് ക്രീം എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു റോസ് കളർ, ഒരു പിങ്ക് കളറിലാണ് ഇത് വരുന്നത് കേട്ടോ. നല്ല ഒരു പാക്കേജിങ് ആണ് ഗുഡ് വൈബ്സിൻ്റെ. അതായത് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ടിൽ കളയാം, നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ ആക്കി വെക്കാവുന്ന നല്ല ഒരു പാക്കേജിങ് ആണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഒരു ഗുഡ് വൈബ്സിൻ്റെ ഇതിൻ്റെ എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ ഈ ഒരു ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു ഹൈഡ്രേറ്റിംഗ് ഗ്ലോ നൈറ്റ് ക്രീം യൂസ് ചെയ്താൽ നല്ലതാണോ? സ്കിൻ റിപ്പയർ ചെയ്യുമോ? അതുപോലത്തെ അല്ല സ്കിൻ ടെക്സ്ചർ മാറ്റുമോ, ബ്രൈറ്റൺ ആക്കുമോ, അല്ലെങ്കിൽ ഏത് സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം? അത് മാത്രമല്ല സ്കിൻ നറിഷ് ചെയ്യുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവില്ലേ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ടിങ് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടില്ല തോന്നുന്നു. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 ഗ്രാമിൻ്റെ പ്രോഡക്റ്റിന് വരുന്നത് 261 രൂപയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ റീസണബിൾ പ്രൈസ് നമുക്ക് നല്ല പ്രോഡക്റ്റ് തരുന്ന ഒരു ബ്രാൻഡാണ് ഗുഡ് വൈബ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് ഗുഡ് വൈബ്സിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചുള്ള എന്തൊക്കെ ഗുണങ്ങളാണ് അവർ പറയുന്നത് എന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്യും. സ്കിൻ ഡാമേജ്ഡ് ആണെങ്കിൽ റിപ്പയർ ചെയ്യും എന്നാണ് പറയുന്നത്. കാരണം ഇതിൽ റോസ് ഷിപ്പ് ഉണ്ട്, ഒരു ഫ്രൂട്ടാണ്, ഇതിൻ്റെ ഓയിലാണ് അവർ യൂസ് ചെയ്യുന്നത് കേട്ടോ. മെയിനായിട്ട് ഓയിലൊക്കെ കുറേ ഇതിൻ്റെ റോസ് ഷിപ്പിൻ്റെ പ്രോഡക്ട്സ് കുറേയധികം നല്ല നല്ല പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ, ഓയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സ്കിൻ റിപ്പയർ ചെയ്യും, നന്നായിട്ട് സ്കിൻ നറിഷ് ചെയ്യും, മോയ്സ്ചറൈസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. പിന്നെ സ്കിൻ ഈവൻ സ്കിൻ ടോൺ, അൺഈവൻ സ്കിൻ ടോൺ ആണെങ്കിൽ ഈവൻ സ്കിൻ ടോണിലേക്ക് മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് സിറം യൂസ് ചെയ്യുന്നതിൻ്റെ അതേ എഫക്റ്റാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോണത്. പിന്നെ നല്ലൊരു ഗ്ലോയിങ് സ്കിൻ നമുക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ, നോർമൽ സ്കിൻ ആണ്, കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണെന്നും കൂടി അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഇത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണ് ഇതിൻ്റെ നറിഷ്മെൻ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്നവർ പറയണത്. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ കുറച്ച് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഉപയോഗിച്ചു 1 വീക്കായി. 1 വീക്ക് ഞാൻ ട്രൈ ചെയ്തു. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് അബ്സോർവ് ആവുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നന്നായിട്ട് നമ്മൾ കുറേ നേരം നന്നായിട്ട് മസാജ് ചെയ്താൽ മാത്രം നന്നായിട്ട് അബ്സോർവ് ആവുള്ളൂ. പക്ഷേ ലൈറ്റ് വെയിറ്റ് ആണ്. കൂളിംഗ് നന്നായിട്ട് തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഫേസും അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് നന്നായിട്ട് ഫേസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല കൂളിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ആയ പോലെ തോന്നി. അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ഗ്ലോയിങ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലൊരു ചേഞ്ചസ് ഉണ്ടോ, നല്ലൊരു ഗ്ലോയിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നല്ല സ്മെല്ലാണ് ഇതിൻ്റെ, നല്ല സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല സ്മെല്ലാണ് ഈ ഒരു റോസ് ഷിപ്പിൻ്റെ ഈ ഒരു നൈറ്റ് ക്രീമിനെന്ന് പറയുന്നത്. പിന്നെ ഗ്രീസി ആക്കോ, നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഗ്രീസി ആക്കോ ചോദിച്ചാൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഗ്രീസി ആക്കും. അതിനുശേഷം ഫേസിൽ നന്നായിട്ട് അത് അബ്സോർവ് ചെയ്തിട്ട് ഡ്രൈ ആവണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ AC ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ഡ്രൈ ആക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡ്രൈ സ്കിൻ ആർക്ക് പറ്റിയൊരു ഓപ്ഷൻ ആണോ എന്ന് ഞാൻ പറയാം.
അപ്പം ഓക്കെ. അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഇതൊക്കെയാണ് ആ ഒരു ക്രീം അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയത്. സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ആക്കണ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ ഫേസിൽ കുരുക്കൾ വരാൻ തുടങ്ങി കേട്ടോ. എൻ്റെ ഒരു ഡ്രൈ ടു കോമ്പിനേഷൻ സ്കിന്നാണ്. ചില സമയത്ത് ഡ്രൈ ആവാറുണ്ട്, ചില സമയത്ത് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് എൻ്റെ. അപ്പം ഇതിട്ടതിന് ശേഷം അധികം ഡ്രൈ ആക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല, പക്ഷേ കുരുക്കൾ വരാൻ തുടങ്ങി കേട്ടോ. ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ കുരുക്കൾ വരുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ പിന്നെ അത് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു, കാരണം പൈസ കൊടുത്ത് വാങ്ങിയതാണ്, അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴും ഇതുപോലെ കുരുക്കൾ വരാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇവർ പറയുന്നുണ്ട് സ്കിൻ ഡാമേജസ് ഉണ്ടെങ്കിൽ റിപ്പയർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് റിപ്പയർ ചെയ്യുന്ന പോലെ തോന്നിയില്ല, പകരം കുരുക്കൾ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. എനിക്കത് ചിലപ്പോൾ അത് പ്രൊഡക്റ്റ് എനിക്ക് ചേരാണ്ടായിരിക്കും, കുരുക്കൾ വരുന്ന പോലെ ഫീൽ ചെയ്തു. പക്ഷേ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല കൂളിംഗ് ആയിട്ട് ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഗ്ലോയിങ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും കുരുക്കൾ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ അങ്ങനെ നിർത്തി ആ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ കുറേ നാളെ ഇതിൻ്റെ റിവ്യൂ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഡ്രൈ ടു വെരി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങളിത് അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം നിങ്ങളുടെ സ്കിൻ ഒന്നും കൂടി ഡ്രൈ ആകും കേട്ടോ. പിന്നെ നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ആണ്, നല്ലൊരു നൈറ്റ് ക്രീം നന്നായിട്ട് നറേഷ് ചെയ്യാൻ ഏതെങ്കിലും ഒരു നൈറ്റ് ക്രീം ഉണ്ടെങ്കിൽ ഇത് നോക്കാം, വേണമെന്നുള്ളവരെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ, വേണമെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിലി സ്കിന്നുകാർക്കും നല്ലതാണ്, പക്ഷെ കുരുക്കൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഓയിലി സ്കിന്നുകാരൊന്ന് വാങ്ങി ട്രൈ ചെയ്തിട്ട് കുരു വരികയാണെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. സ്കിൻ ഡാമേജസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാം. ഈ ഒരു പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്, പക്ഷേ എനിക്കത് മുഖക്കുരു വന്നതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി മുഖക്കുരുവൊക്കെ വരുന്നതൊക്കെ കുറയാനായിട്ട് തുടങ്ങി. അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പോൾ എനിക്ക് ആ മുഖക്കുരു പോയിട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തത്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയാലും കുഴപ്പമില്ല, എന്നിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം മുഖത്ത് കുരു വരാൻ തുടങ്ങി, 1-2 കുറേ കുരുക്കൾ വരാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു റിവ്യൂ. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, എൻ്റെ മാത്രം റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ വാങ്ങി ട്രൈ ചെയ്തിട്ട് ചിലപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വർത്താണോ ചോദിച്ചാൽ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്താൽ ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് യൂസ്ഫുൾ ആവും. എൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി ട്രൈ ചെയ്യണം എന്നുള്ളവർ ട്രൈ ചെയ്ത് നോക്കൂ എന്നാണ് ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ വേറെ പ്രോഡക്ട്സിൻ്റെ റിവ്യൂസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്താണെന്ന് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അത് മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.